ഹലോ, ഇന്ന് നമ്മുടെ സേലം വെഡ്ഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് റിസപ്ഷനായിരുന്നു, സെക്കൻഡ് പാർട്ടാണ് കേട്ടോ വെഡ്ഡിങ്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് റിസപ്ഷനായിരുന്നു, ഞായറാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായിട്ട് അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രഡീഷണൽ ലുക്കിലായിരുന്നു കേട്ടോ. മുന്നോൾക്ക് മുണ്ടും ഷർട്ടും, ഞങ്ങൾ ധാവണി അങ്ങനെയൊക്കെ ആയിരുന്നു, ചേച്ചിമാർ സാരി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ട്രാവലറിൽ ഹാളിലെത്തി. അവിടെ ഹാളിലെത്തിയപ്പോൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് 4 ചേച്ചിമാരുണ്ടായിരുന്നു. അവർ നല്ല സ്നേഹത്തോട് കൂടി തന്നെയായിട്ട് നമ്മളെ സ്വീകരിച്ചത്. അതായത് നമ്മൾ പനീർ തെളിച്ചിട്ടും അതുപോലെ കുങ്കുമം കൂറി, അതുപോലെ ചെറിയൊരു റോസാപ്പൂവ്, സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ ഹാളിലേക്ക് സ്വീകരിച്ചു. പിന്നെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിന്മേൽ. ആ ടൈമിൽ മുഹൂർത്തം ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ ചെക്കനെ ഹാളിലേക്ക് സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടത്. അപ്പോൾ കാലും കഴുകി അവരെ സ്വീകരിച്ചു. പിന്നെ അവിടെ എന്താ പറയുക, കൊട്ട് ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെണ്ടമേളത്തോട് കൂടി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഹാളിലേക്ക് കയറിയിരുന്നത്. അപ്പോൾ ആര് വരുന്നുണ്ടെങ്കിലും അവർ ചെണ്ടമേളത്തോട് കൂടിയിട്ടായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിൽ നാദസ്വരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കെട്ടിൻ്റെ സമയത്ത്. പിന്നെ പുറമെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എള്ളുമിഠായി, നാരങ്ങസത്ത്, തേനിലാവ്, കോലുമുട്ടായി, പിന്നെ കപ്പലണ്ടി മുട്ടായി, പിന്നെ കപ്പലിൻ്റെ അരച്ചിട്ട് അതുകൊണ്ട് ഒരു ഉണ്ട പോലത്തെ ഒരു മിഠായി, അങ്ങനത്തെ പിന്നെ മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ആ ഭാഗത്തുനിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അവർക്ക് പിന്നെ മിഠായി ആണല്ലോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ സ്വീറ്റ്സായ കാരണം അവരവിടെ നടന്നിങ്ങനെ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭംഗിയായിട്ട് നമ്മളെ താലിക്കെട്ട് കഴിഞ്ഞു. അതിനുശേഷം ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സദ്യയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഐറ്റംസ്. ഒരു സ്മൈലി കണ്ടില്ലേ, പിന്നെ ഒരു സേമിയ പായസം, പിന്നെ ഒരു എന്താ പറയുക പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, മഷ്റൂം കറി, പിന്നെ ഒരു സോയ അതിട്ടിട്ടുള്ള ഒരു എന്താ പറയുക വെജ് ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നമുക്ക് ഒരു കവർ തരും. ആ കവറിൽ തേങ്ങയും പിന്നെ പാക്ക്, വെറ്റില, ഒരു മിഠായി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് പോന്നു. പകുതി കോയമ്പത്തൂരൊക്കെ എത്തിയപ്പോൾ നമ്മൾ ടീ ഷോപ്പിൽ കയറി ചായ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വണ്ടിയിലുള്ള കോലാഹലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ ക്ഷീണിച്ചു, അവരൊക്കെ കിടന്നു വണ്ടിയിൽ തന്നെ ഒരു ഭാഗത്തൊക്കെ സൈഡായി. ഞങ്ങൾ കുറച്ച് പേര് ഫുൾ വൈബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞല്ലോ, കത്തിക്കൽ കഴിഞ്ഞു, നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഇതുപോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ കമൻറ്റ് ചെയ്യുക. ഫാമിലി ആയിട്ട് പരമാവധി നമ്മൾ ട്രിപ്പൊക്കെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്